എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പി കെ ലേണിംഗ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് ശ്രുതി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആന്റണിംസ് ആണ്. ആന്റണിംസിന്റെ സെക്കൻഡ് ക്ലാസ് ആണ് കേട്ടോ. ആദ്യത്തെ ക്ലാസ് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ, ഇമാസിയേറ്റഡ്. ഇമാസിയേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും ഒന്ന് ആലോചിച്ചിട്ടൊന്ന് പറഞ്ഞു നോക്കിയേ. ഇമാസിയേറ്റഡ് എന്താണ്? തിന്നായിട്ടുള്ള അല്ലെ, വളരെ തിന്നായിട്ടുള്ള എന്നുള്ള മീനിങ് ആണ് ഇമാസിയേറ്റഡ്. അപ്പൊ അതിന്റെ ആന്റണിം എന്തായിരിക്കും? അത്യാവശ്യം ഫാറ്റ് ആയിട്ടുള്ള അല്ലെ, ഒബീസ് ആയിട്ടുള്ള. ഓക്കെ, അപ്പോ ആന്റണിം ആയിട്ട് വരുന്നത് ഇമാസിയേറ്റഡിന്റെ ആന്റണിം ഇറ്റ് ഇസ് ഒബീസ് ആണ് കേട്ടോ. അടുത്തത് കൊളസൽ ആണ്. കൊളസൽ എന്ന് പറഞ്ഞാൽ വളരെ ഹ്യൂജ് ആയിട്ടുള്ള അല്ലെ, വളരെ വലുതാണെങ്കിൽ എല്ലാം കൊളാവുന്നൊക്കെ നമുക്ക് ഓർക്കാമല്ലോ, കൊളസൽ. ഓക്കെ, അപ്പൊ കൊളസലിന്റെ ആന്റണിം ആയിട്ട് വരുന്നത് ചെറുത്, അതായത് ടൈനി എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. കൊളസലിന്റെ ആന്റണിം ഇറ്റ് ഇസ് ടൈനി. ഇനി അടുത്ത് നോക്കിയേ, ഇൻഡോളന്റ്. ഇൻഡോളന്റിന്റെ ആന്റണിം, ഇതെല്ലാം ആന്റണിം ആണ്. ഓക്കെ, ഇൻഡോളന്റിന്റെ ആന്റണിം എന്താ വരിക? ലൈവ്ലി ആണ്. ഇൻഡോളന്റ് എന്ന് പറഞ്ഞാല് ഡൾ ആയിട്ടുള്ള. ഓക്കെ, ഡള്ള്. ഈ നമുക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വന്നിട്ട് ഡോളോ കഴിക്കുമ്പോൾ, നമുക്ക് ഡോൾ എന്ന് പറയുമ്പോൾ ഡോളോ മെഡിസിൻ ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഈ ഡോളോ മെഡിസിൻ ഒക്കെ കഴിച്ച് ആകെ ഇങ്ങനെ ഡൾ ആയിട്ടിരിക്കാന്ന് ഓർക്കാം. അപ്പൊ ഇൻഡോളന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഡൾ ആണ്. അതിന്റെ ആന്റണിം ആയിട്ട് വരുന്നത് എന്താണ്? അത് ലൈവ്ലി, വളരെ ലൈവ്ലി ആയിട്ട്, വളരെ എനർജറ്റിക് ആയിട്ട്. ഓക്കെ, അടുത്ത് നോക്കിയേ, പാൻഡേമോണിയം. നിങ്ങൾക്ക് അറിയാവുന്ന വേർഡാണ് അല്ലെ. പാൻഡേമോണിയം നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഹാർമോണിയം എന്നൊക്കെ ഓർക്കാം, നോയ്സി, ഡിസോർഡർ അല്ലെ, ക്ലാമറസ്. പിന്നെ എന്തൊക്കെയാ കിട്ടുന്ന മീനിങ്ങളൊക്കെ ഒന്ന് മൈൻഡിലോട്ട് വരട്ടെ കേട്ടോ. ബോയ്സ്ട്രസ് അല്ലെ. അപ്പൊ പാൻഡേമോണിയത്തിന്റെ ആന്റണിം ആയിട്ട് വരുന്നത് ഹാർമണി ആണ്. ഹാർമണി എന്ന് പറഞ്ഞാൽ ഒരു എഗ്രിമെന്റ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ഹാർമണി എഗ്രിമെന്റ് ആണ്. അടുത്തത് ഒപ്റ്റിമിസ്റ്റിക്. ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എല്ലാം പോസിറ്റീവ് ആയിട്ട് കാണുന്ന അല്ലെ, കാര്യങ്ങളെല്ലാം പോസിറ്റീവ് ആയിട്ട് കാണുന്ന. അതിന്റെ ആന്റണിയം ആയിട്ട് വരുന്നത് എന്താണ്? പെസിമിസ്റ്റിക്. പെസിമിസ്റ്റിക്. അടുത്ത് നോക്കിയേ, ഡൊമിനന്റ്. ഡൊമിനന്റ് എന്ന് പറഞ്ഞാല് എന്താണ്? കൺസിഡർ എബവ് അതേഴ്സ്. നമ്മൾ ബാക്കിയുള്ളവരെക്കാളും എന്താ കുറച്ചും കൂടെ കൂടുതലാണ്, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ സുപ്പീരിയർ ആണെന്നുള്ള ചിന്താഗതി ഉള്ളതിനെയാണ് നമ്മൾ ഡൊമിനന്റ് എന്ന് പറയാം അല്ലെ. ഡൊമിനന്റ് ബിഹേവിയർ എന്നൊക്കെ പറയാം. അപ്പോ അതിന്റെ ആന്റണിയം ആയിട്ട് വരുന്നത് സബ്മിസീവ് ആണ്. സബ്മിസീവ്. സബ്മിസീവ് എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന കേട്ടോ, അതാണ് സബ്മിസീവ്. അപ്പൊ ഡൊമിനന്റിന്റെ ആന്റണിയം എന്താണ്? സബ്മിസീവ്. സബ്മിസീവ്. പഠിക്കണ എല്ലാവരും. ഇനി വെറ്ററൻ. വെറ്ററൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. വെറ്ററൻ അല്ലെങ്കിൽ നൊവൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പേഴ്സൺ വിത്ത് ലെസ് എക്സ്പീരിയൻസ് ആൻഡ് ഹൂ സ്റ്റിൽ ലേണിംഗ് അല്ലെ. അപ്പൊ അതിന്റെ ആന്റണിയം ആയിട്ട് വരുന്നത് വെറ്ററൻ ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ വെറ്ററൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എക്സ്പേർട്ട് എന്നുള്ള രീതിയിൽ അല്ലെ. വെറ്ററൻ കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ എക്സ്പേർട്ട് ആണ് വെറ്ററൻ ആയിട്ട് വരുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. നൊവൈസും വെറ്ററനും നമ്മുടെ PSCയുടെ ഫേവറേറ്റ് ആണ്. ഇനിയും വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. ഇനി വാനിറ്റി. വാനിറ്റി എന്ന് പറഞ്ഞാൽ എക്സസീവ് ആയിട്ടുള്ള പ്രൈഡ് ആണ്. നമ്മുടെ വാനിറ്റി ബാഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇങ്ങനെ ഒരുപാട് പൊങ്ങച്ചം കാണിക്കുന്ന ആൾക്കാരുണ്ടെന്നൊക്കെ ഓർക്കാം അല്ലെ. അതേപോലെ തന്നെ ഒരു മീനിങ് വരുന്ന വേർഡാണ് നാർസിസം. പൊങ്ങച്ചം കാണിക്കുന്ന അല്ലെങ്കിൽ സെൽഫ് ഇമ്പോർട്ടൻസ് ഉള്ള. ഓക്കെ, അതിന്റെ ആന്റണിയം ആയിട്ട് വരുന്നത് എന്താ? മോഡസ്റ്റി. നല്ല മോഡസ്റ്റ് ആയിട്ടുള്ള ബിഹേവിയർ എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. അപ്പോ അതിന്റെ ആന്റണിയം ആയിട്ട് വരുന്നത് ഇറ്റ് ഇസ് മോഡസ്റ്റി. അടുത്തത് വിജിലന്റ് ആണ്. വിജിലന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ എന്താ പറയാ, വിജിലന്റ് ആയിട്ടിരിക്കുക എന്ന് പറയില്ലേ, വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക അല്ലെങ്കിൽ വിജിലന്റ് ആയിട്ടിരിക്കുക അല്ലെ. അതിന്റെ ആന്റണിയം എന്താണ്? കെയർലെസ്. കെയർലെസ്. ഓക്കെ, അപ്പൊ എല്ലാത്തിന്റെയും മീനിങ്സ് നോക്കുക. ആ മീനിങ് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഓപ്ഷനിൽ എന്താണോ കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് എടുക്കുക കേട്ടോ. സെനിത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പീക്ക് പോയിന്റ് ആണ്. ഓക്കെ, ഇപ്പോ ഒരു പീക്ക് പോയിന്റ് അല്ലെങ്കിൽ ഒരു ഉയർച്ചയുടെ ഏറ്റവും പീക്ക് ആയിട്ടുള്ള ഒരു പോയിന്റിനെയാണ് സെനിത്ത് എന്ന് പറയാ. അതിന്റെ ആന്റണിയം എന്താണ്? നാദിർ. നാദിർ എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും താഴ്ചയുടെ ഏറ്റവും പീക്ക് ആയിട്ടുള്ള പോയിന്റ്. ഇനി സെസ്റ്റ് എന്ന് പറഞ്ഞാല് മീനിങ് പഠിച്ചു വെച്ചേക്ക. എന്തൂസിയാസം അല്ലെ, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തൂസിയാസം. ഡിസ്ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹെയ്റ്റ് ആണ്. ഡിസ്ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹെയ്റ്റ്, വെറുപ്പുള്ള, അതിനെയാണ് ഡിസ്ഗസ്റ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നും കൂടെ നോക്കാം. ശ്രദ്ധിക്കാം. ഇമാസിയേറ്റഡ്. എന്താണ് ഇമാസിയേറ്റഡ് എന്ന് പറഞ്ഞാൽ? തിന്നായിട്ടുള്ള. അപ്പൊ അതിന്റെ ആന്റണി കുറച്ച് ഫാറ്റ് ആയിട്ടുള്ള, ഒബീസ് അല്ലെ. കൊളോസൽ എന്ന് പറഞ്ഞാൽ എന്താ? ഹ്യൂജ്, വലുതായിട്ടുള്ള. അപ്പൊ എല്ലാം കോളാവുന്നൊക്കെ ഓർത്ത് വെക്കാം. ഹ്യൂജ് ആണെങ്കിൽ എല്ലാം കോളാവുന്നൊക്കെ ഓർത്ത് വെക്കാം. അപ്പൊ ഹ്യൂജ് എന്നാണ് കൊളസലിന്റെ മീനിങ് വരുന്നത്. അതിന്റെ ആന്റണിയം എന്താണ്? ടൈനി. വളരെ ടൈനി ആയിട്ടുള്ള, കുഞ്ഞായിട്ടുള്ള. ഇനി ഇൻഡോളന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡൾ ആയിട്ടുള്ള അല്ലെ. അതിന്റെ ആന്റണിയം എന്താണ്? ലൈവ്ലി. ഇൻഡോളന്റിന്റെ ആന്റണിയം ലൈവ്ലി. അടുത്ത നോക്കിയേ, പാൻഡേമോണിയം. പാൻഡേമോണിയം എന്ന് പറഞ്ഞാൽ നോയ്സി അല്ലെ, വളരെ നോയ്സി, ക്ലാമറസ്. ഓക്കെ, അതിന്റെ ആന്റണിയം എന്താ? എഗ്രിമെന്റിൽ
ഹാർമണി ആണ് വരുന്നത്. ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചിന്താഗതിയുള്ള. ആന്റണിം ഇറ്റ് ഇസ് പെസിമിസ്റ്റിക്, നെഗറ്റീവ് അല്ലെ, നെഗറ്റീവ്. ഇനി ഡോമിനന്റ് എന്ന് പറഞ്ഞാൽ കൺസിഡർ എബവ് അതേഴ്സ് ആണ്, ഒരു സുപ്പീരിയർ നേച്ചർ, ഒരു ഡോമിനന്റ് നേച്ചർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെ. സബ്മിസീവ് എന്ന് പറഞ്ഞാൽ എല്ലാവരും എല്ലാം പറഞ്ഞ് കേട്ടിരിക്കുന്ന എന്നൊക്കെ ഒരു മീനിങ് ആണ് സബ്മിസീവ്. ഇനി വെറ്ററൻ എന്ന് പറഞ്ഞാൽ എക്സ്പേർട്ട് എന്നുള്ള മീനിങ് ആണ്. അതിന്റെ ആന്റണിം എന്താ? എ പേഴ്സൺ വിത്ത് ലെസ് എക്സ്പീരിയൻസ് ആണ്, ദാറ്റ് ഇസ് നൊവൈസ് ആണ്. വാനിറ്റി എന്ന് പറഞ്ഞാൽ എക്സസീവ് പ്രൈഡ് ആണ്, പൊങ്ങച്ചം പറയുന്ന അല്ലെങ്കിൽ സെൽഫ് ഇമ്പോർട്ടൻസ് ഉള്ള. ആന്റണിം ഇറ്റ് ഇസ് മോഡസ്റ്റി. ആന്റണിം എന്താണ്? മോഡസ്റ്റി. ഇനി വിജിലന്റിന്റെ ആന്റണിം എന്താണ്? ദാറ്റ് ഇസ് കെയർലെസ്. സെനിത്ത് എന്ന് പറഞ്ഞാൽ പീക്ക് പോയിന്റ്, അതിന്റെ ആന്റണിം ഇറ്റ് ഇസ് നാദർ. സെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൂസിയാസം അല്ലെ, സെസ്റ്റ്. ആന്റണിം ഇറ്റ് ഇസ് ഡിസ്ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹെയ്റ്റ് ആണ് അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ആണ്. ഇത്ര എല്ലാവരും പഠിച്ചു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ എക്സാമിന് മുമ്പ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വായിച്ച് ഇതേപോലുള്ള വൊക്കാബുലറി ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ കുറച്ചും കൂടെ നമ്മുടെ മൈൻഡിൽ കാര്യങ്ങൾ നിൽക്കും. അല്ലാതെ നമ്മൾ വൊക്കാബുലറി എപ്പോഴും ലാസ്റ്റ് മിനിറ്റിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒറ്റ സ്ട്രെച്ചിന് നോക്കുക എന്ന് പറയുമ്പോൾ അത്രത്തോളം നമ്മുടെ മൈൻഡിൽ നിൽക്കണം എന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും കുറച്ചായിട്ട് തന്നെ കവർ ചെയ്ത് പോകാൻ ശ്രമിക്കുക എക്സാമിന് മുമ്പ്. ഓക്കെ, കാരണം ഗ്രാമറിനുള്ള അത്രയും തന്നെ ഇമ്പോർട്ടൻസ് വൊക്കാബുലറിക്ക് ഉണ്ട് കേട്ടോ. അടുത്ത് നോക്കാം, ഇമിനന്റ് എന്ന് പറഞ്ഞാൽ ലൈക്ലി ടു ഹാപ്പൻ വെരി സൂൺ. ഓക്കെ, പെട്ടെന്ന് തന്നെ നടക്കാൻ സാധ്യതയുള്ള. അതിനെയാണ് എന്താ പറയാ? ഇമിനന്റ്. സ്പെല്ലിംഗ് നോക്കുക, IMMINENT, ഇമിനന്റ്. ആന്റണിം എന്താണ്? ഡിസ്റ്റന്റ് അല്ലെ. ഡിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ വിദൂരത്തുള്ള, കുറച്ച് അകലെയുള്ള. മറ്റത് വളരെ പെട്ടെന്ന് തന്നെ നടക്കാൻ സാധ്യതയുള്ള അല്ലെ. ഓക്കെ, അപ്പൊ അതിന്റെ ആന്റണിം എന്താണ്? ഡിസ്റ്റന്റ് ആണ്. അവിടെ നമുക്കൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. എമിനന്റ്, EMINENT, എമിനന്റ് അല്ലെ. എമിനന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റിങ്ക്യൂഷ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റിങ്ക്യൂഷ്ഡ് ചീഫ് ഗസ്റ്റ് ഓഫ് ദി ഡേ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? വളരെ എന്താ പറയാ, ഇമ്പോർട്ടൻസ് അർഹിക്കുന്ന അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. അപ്പൊ എമിനന്റ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിങ്ക്യൂഷ്. ഇത് വേണമെങ്കിൽ ഇമിനന്റും എമിനന്റും ഓപ്ഷനിലൊക്കെ ഇട്ട് വേണമെങ്കിൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാം. അപ്പൊ ശ്രദ്ധിച്ച് പഠിച്ചേക്കുക കേട്ടോ. ഇൻഎവിറ്റബിൾ എന്ന് പറഞ്ഞാൽ എന്താ? അൺഅവോയ്ഡബിൾ അല്ലെ, ഒഴിച്ചുകൂടാനാവാത്തത്. അപ്പൊ അതിന്റെ ആന്റണിമായിട്ട് വരുന്നത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെ, അല്ലെങ്കിൽ അൺസേർട്ടൺ ആയിട്ടുള്ള. അതാണ് അതിന്റെ ആന്റണിമായിട്ട് വരുന്നത്. ഇനി ജാഡഡ് എന്ന് പറഞ്ഞാൽ എന്താ? ടയേർഡ്. നമ്മൾ പറഞ്ഞിരുന്നു ഒരുപാട് പ്രാവശ്യം ചാടി കഴിയുമ്പോൾ നമ്മൾ വളരെയധികം ടയേർഡ് ആവും എന്നൊക്കെ ഓർത്ത് വയ്ക്കാം. ജാഡഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ടയേർഡ് ആണ്. ആന്റണിം എന്താ? റിന്യൂ ചെയ്യുക അല്ലെ, റിന്യൂഡ് ആണ്. അപ്പൊ റിന്യൂ ചെയ്യാന്നൊക്കെ നമ്മൾ പറയില്ലേ, നമ്മുടെ എനർജി വീണ്ടും എടുക്കുക, റിന്യൂ ചെയ്യുക. ഓക്കെ, ഇനി ഇമാക്കുലേറ്റ് എന്ന് പറഞ്ഞാല് നീറ്റ് അല്ലെങ്കിൽ ക്ലീൻ എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ, ഇമാക്കുലേറ്റ്. ഓക്കെ, ആന്റണിം എന്താ പറയുന്നത്? ഡിഫൈൽ ചെയ്യുക. ഡിഫൈൽ എന്ന് പറഞ്ഞാല് ഡാമേജ് ചെയ്യുക എന്നുള്ള ഒരു മീനിങ് ആണ് ഡിഫൈൽ. വേണമെങ്കിൽ ഈ ഫയല് ഡാമേജ് ചെയ്തു എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലെ. ഈ ഫയൽ നമ്മൾ മലയാളത്തിൽ പറയില്ലേ, ഈ ഫയല് ഡാമേജ് ചെയ്തു എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം. അപ്പോ ഇമാക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് നീറ്റ് അല്ലെങ്കിൽ ക്ലീൻ ആണ്. അതിന്റെ ആന്റണിയുമായിട്ട് വരുന്നത് ഡിഫൈൽ ആണ് കേട്ടോ. ഡിഫൈൽ ഡാമേജ്ഡ് ആണ്. അടുത്ത വേർഡ് നോക്കിയേ, ലിങ്കർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? കുറെ നേരം അവിടെ സ്റ്റേ ചെയ്യുക എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത്. ഓക്കെ, പെട്ടെന്ന് തന്നെ മാറാത്ത, ഓക്കെ, കുറെ നേരം സ്റ്റേ ചെയ്യുന്ന എന്നൊക്കെ ഒരു മീനിങ് ആണ് ലിങ്കർ. ഓക്കെ, അതിന്റെ ആന്റണിം എന്താ? ഹേസ്റ്റൺ ആണ് അല്ലെ. ഹേസ്റ്റൺ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹേസ്റ്റ് എന്ന് പറയുമ്പോൾ ഫാസ്റ്റ് ആയിട്ടൊക്കെ കണക്ട് ചെയ്യാം. ക്വിക്ക് എന്നൊക്കെ ഒരു മീനിങ് ആണ് ഹേസ്റ്റൺ വരുന്നത്. ഓക്കെ, നിമ്പിൾ എന്ന് പറഞ്ഞാല് വേഗം പറഞ്ഞേ, എജൈൽ അല്ലെ. എജൈൽ എന്ന് പറഞ്ഞാൽ ക്വിക്ക് ആയിട്ടുള്ള, ഓക്കെ, വളരെ എനർജറ്റിക് ആയിട്ടുള്ള, ക്വിക്ക് ആയിട്ടുള്ള എന്നൊക്കെ മീനിങ് ആണ് നിമ്പിൾ വരുന്നത്. ആന്റണിം എന്താണ്? ഇൻആക്റ്റീവ് ആയിട്ടുള്ള, ക്വിക്ക് അല്ലാത്ത, ലേസി ആയിട്ടുള്ള അല്ലെ, സ്ലഗിഷ് ആണ് അതിന്റെ ആന്റണിം ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് വാക്കുകൾ ഒന്നും കൂടെ നോക്കാം. ഓക്കെ, ഇതിന്റെ കൂടെ തന്നെ പഠിച്ചു പോവാട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വാക്കുകൾ ഒന്നും കൂടെ നോക്കാം. ഇമാസിയേറ്റഡിന്റെ ആന്റണിം എന്താ വരിക? ഒബീസ് ആണ് അല്ലെ. കൊളോസൽ എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ആണ്. ആന്റണിം എന്താ വരിക? ടൈനി. ഇൻഡോളന്റ് എന്ന് പറഞ്ഞാൽ ഡൾ ആയിട്ടുള്ള. ആന്റണിം ഇറ്റ് ഇസ് ലൈവ്ലി അല്ലെങ്കിൽ വേണമെങ്കിൽ എജൈൽ എന്നൊക്കെ പറയാം അല്ലെ. ഓക്കെ, അല്ലെങ്കിൽ ക്വിക്ക് ആണ് നമ്മുടെ എജൈൽ ആയിട്ട് വരുന്നത്. പാൻഡേമോണിയം എന്ന് പറഞ്ഞാല് നോയ്സി, ക്ലാമറസ് അല്ലെ, ബോയ്സ്ട്രസ് എന്നൊക്കെ പറയാം. ആന്റണിം ഇറ്റ് ഇസ് ഹാർമണി എന്ന് പറഞ്ഞാൽ എഗ്രിമെന്റ് ആണ്. ഒപ്റ്റിമിസ്റ്റിക് പോസിറ്റീവ്, അതിന്റെ ആന്റണിം പെസിമിസ്റ്റിക്. ഡൊമിനന്റ് ആന്റണിം സബ്മിസീവ്. ഇത് പഠിച്ചേക്കുക, PSC ഈ അടുത്ത ഏതൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെറ്ററിന്റെ ആന്റണിം ഇറ്റ് ഇസ് നൊവൈസ്. വാനിറ്റി എന്ന് പറഞ്ഞാൽ സെൽഫ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, എക്സസീവ് ആയിട്ടുള്ള പ്രൈഡ്. അതിന്റെ ആന്റണിം ഇറ്റ് ഇസ് മോഡസ്റ്റി. വിജിലന്റിന്റെ ആന്റണിം കെയർലെസ്. സെനിത്തിന്റെ ആന്റണിം നാദർ.
സെസ്റ്റിന്റെ ആന്റണിം ഡിസ്കസ്ഡ്. ഓക്കെ, അതേപോലെ ഇമ്മിനന്റും എമിനന്റും ഓർത്തു വെച്ചേക്കുക. ഇമ്മിനന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ വെരി സൂൺ, അല്ലെ, പെട്ടെന്ന് തന്നെ നടക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നടക്കുന്ന. ആന്റണിം ഇറ്റ് ഇസ് ഡിസ്റ്റന്റ് ആയിട്ടുള്ള, വിദൂരത്തുള്ള. ഇന്നെവിറ്റബിളിന്റെ ആന്റണിം ഇറ്റ് ഇസ് അൺസേർട്ടൻ. ജാഡഡ് എന്ന് പറഞ്ഞാൽ ടയേർഡ് ആണ്, ആന്റണിം എന്താ, റിന്യൂ ചെയ്യുക, വീണ്ടും എനർജി എടുക്കുക. ഇമാക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ നീറ്റ് ക്ലീൻ ആണ്, അതിന്റെ ആന്റണിം ഇറ്റ് ഇസ് ഡിഫൈൽ അല്ലെങ്കിൽ ഡാമേജ്. ലിങ്കറിന്റെ ആന്റണിം ഇറ്റ് ഇസ് ഹാസ്റ്റൺ ആണ്. നിംബിൾ എന്ന് പറഞ്ഞാൽ വളരെ ക്വിക്ക് ആയിട്ടുള്ള, അതിന്റെ ആന്റണിം എന്താണ്, സ്ലഗിഷ്, ഇനാക്റ്റീവ് ആയിട്ടുള്ള. ഓക്കെ, അപ്പൊ ഇത്ര എല്ലാവരും പഠിച്ചു എന്ന് വിചാരിക്കണോ? നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. സവേജ്. സവേജ് എന്ന് പറഞ്ഞാൽ എന്താ, അൺടേംഡ് ആയിട്ടുള്ള, ടേം ചെയ്യാത്ത, മെരുക്കപ്പെടുത്താത്ത, വൈൽഡ് ആയിട്ടുള്ള, അല്ലെ, വളരെ വൈൽഡ് ആയിട്ടുള്ള. അതിന്റെ ആന്റണിം എന്താ, സിവിലൈസ്ഡ് ആണ്. സിവിലൈസ്ഡ് ആണ് സെവേജിന്റെ ആന്റണിം ആയിട്ട് വരുന്നത്. സെവേജ് എന്ന് പറഞ്ഞാൽ വളരെ വൈൽഡ് ആയിട്ടുള്ള. ഓക്കെ, സിമ്പതി. സിമ്പതിയുടെ ആന്റണിം വരുന്നത് ആന്റിപ്പതി ആണ് കേട്ടോ. സിമ്പതിയുടെ ആന്റണിം എന്താ വരിക, ആന്റിപ്പതി. ഓക്കെ, ആന്റിപ്പതി. ടാസിറ്റേൺ, നിങ്ങൾക്ക് അറിയാലോ, ടാസിറ്റേൺ അവരുടെ ടേൺ ആകുമ്പോൾ മാത്രമേ സംസാരിക്കുള്ളൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താ, അധികം സംസാരിക്കാത്ത, അല്ലെ. ടാസിറ്റേൺ എന്ന് പറഞ്ഞാൽ മിതഭാഷി, പഠിപ്പിച്ചിട്ടുണ്ട്. ആന്റണിം എന്താ വരിക, നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് പറഞ്ഞ. ടോക്കറ്റീവ് ഉണ്ട്, അതേപോലെ ഒരുപാട് ധാരാളം സംസാരിക്കുന്ന ആൾക്കാർ എന്നുള്ള രീതിയിൽ നമ്മൾ ഏതൊക്കെ വാക്കുകളാണ് പഠിച്ചിട്ടുള്ളത്? ഒന്ന് റീകളക്ട് ചെയ്തിട്ട് പറഞ്ഞേ. ലൊക്കേഷ്യസ് ഉണ്ട്, യെസ്. വെർബോസ് ഉണ്ട്, അല്ലേ, വെരി ഗുഡ്. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ റീകളക്ട് ചെയ്ത് കൊണ്ടുവരിക കേട്ടോ. ടെഡിയസ് എന്ന് പറഞ്ഞാല് എന്താണ്, ടെഡിയസ് വളരെ ഡൾ ആയിട്ടുള്ള, അല്ലെ, ഡൾ ആയിട്ടുള്ള എന്നൊക്കെ മീനിങ് ആണ് ടെഡിയസ്. അതിന്റെ ആന്റണിം എന്താ, ലൈവ്ലി, കേട്ടോ, ലൈവ്ലി. ഗ്യാസ്റ്റ്ലി. ഗ്യാസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഹൊറിബിൾ. എപ്പോഴും മീനിങ് നോക്കുക കേട്ടോ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, മീനിങ് നോക്കിയിട്ട് ആന്റണിം സെലക്ട് ചെയ്യുക. ഗ്യാസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ ഹൊറിബിൾ ആണ്. ഗ്യാസ്റ്റ് അല്ലെങ്കിൽ ഗോസ്റ്റ് എന്നൊക്കെ നമുക്ക് ആലോചിക്കാം, അല്ലെ. ഗ്യാസ്റ്റ്ലി, ഗോസ്റ്റ്. അപ്പൊ ഗോസ്റ്റിനൊക്കെ കാണുമ്പോൾ അത് ഹൊറിബിൾ ആണെന്ന് ഓർക്കാം. ആന്റണിം എന്താ, വളരെ പ്ലസന്റ് ആയിട്ടുള്ള, പ്ലസന്റ്. ഓക്കെ, അടുത്ത് നോക്കാം. ഫിഡ്ജറ്റ്. ഫിഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ സിനണിം ആണ് കേട്ടോ, സോറി എനിക്ക് മാറിപ്പോയി. സിനണിം. ഓക്കെ, ഫിഡ്ജറ്റിന്റെ സിനണിം എന്താ, ടു മൂവ് റെസ്റ്റ്ലെസ് ആണ് കേട്ടോ. ഇത് മാത്രം സിനണിം ആണ്. ഓക്കെ, ഫിഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ടു മൂവ് റെസ്റ്റ്ലെസ്, റെസ്റ്റ്ലെസ് ആയിട്ട് മൂവ് ചെയ്യുക. അതിനെയാണ് എന്ത് പറയാ, ഫിഡ്ജറ്റ് എന്ന് പറയാ. ഓക്കെ, ഫിഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ടു മൂവ് റെസ്റ്റ്ലെസ്. അവിടെ തന്നെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന വേറൊരു വാക്കുണ്ട്, ഫിഡ്ജറ്റ് പോലെ ഫ്രിജിഡ്. ഫ്രിജിഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഫ്രിജിഡ് എന്ന് പറഞ്ഞാൽ എന്താ, വളരെ കോൾഡ് ആയിട്ടുള്ള. നമുക്ക് നമ്മുടെ ഫ്രിഡ്ജ് തന്നെ ഓർക്കാം, അല്ലെ, ഫ്രിഡ്ജ് ഭയങ്കര കോൾഡ് ആണെന്നൊക്കെ ഓർക്കാലോ. അതേപോലെ ഫ്രിജിഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് കോൾഡ് ആണ്. അപ്പോൾ ഫിഡ്ജറ്റും നമ്മുടെ ഫ്രിഡ്ജിലും തമ്മിൽ മാറിപ്പോവണ്ട. ഫിഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ടു മൂവ് റെസ്റ്റ്ലെസ്, സിനണിം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ, ഫിഡ്ജറ്റിന്റെ കേസിൽ മാത്രം. ഫ്രിവിലസിന്റെ ആന്റണിം ആയിട്ട് പറഞ്ഞത് സെൻസിബിൾ ആണ്. ഫ്രിവിലസ് എന്ന് പറഞ്ഞാൽ വളരെ സില്ലി ആയിട്ടുള്ള. ഓക്കെ, ഫ്രിവിലസ് എന്ന് പറഞ്ഞാൽ എന്താ, സില്ലി, അധികം ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലാത്ത, സില്ലി എന്നുള്ള മീനിങ് ആണ് ഫ്രിവിലസ്. ആലോചിക്കാനായിട്ട്, നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ നമ്മൾ അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കില്ല, അല്ലെ. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതല്ലേ എന്നുള്ള രീതിയിൽ ഓർത്തു വയ്ക്കാം. ഫ്രിവിലസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് സില്ലി. ആന്റണിം എന്തായിട്ട് വരിക, സെൻസിബിൾ ആയിട്ടുള്ള. ഓക്കെ, സെൻസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് ഉള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് അതിന്റെ ആന്റണിം ആയിട്ട് വരുന്നത്. ഗ്രൂവലിംഗ്. ഗ്രൂവലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള. ഓക്കെ, ഗ്രൂവലിംഗ് എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ ഡിഫിക്കൽട്ട് അല്ലാത്ത, വളരെ പ്ലസന്റ് ആയിട്ടുള്ള എന്നുള്ളതാണ് അതിന്റെ ആന്റണിം ആയിട്ട് വരിക. അപ്പോൾ ആന്റണിംസ് ആയിട്ട് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനണിംസ് പഠിക്കുക, അതിന്റെ ഓപ്പോസിറ്റ് ജസ്റ്റ് ഒന്ന് കേട്ട് പോവാന്ന് മാത്രം കേട്ടോ. അപ്പൊ ഗ്രൂവലിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഗ്രൂവൽ എന്ന് ആലോചിക്കാം, ക്രൂവൽ പോലെയൊക്കെ ആലോചിക്കാം, അല്ലെ. ക്രൂവൽ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ ഓർക്കാം, ഡിഫിക്കൽട്ട് ആയിരിക്കും, അല്ലെ. അപ്പൊ ഗ്രൂവലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഫിക്കൽട്ട് ആണ്. ഇപ്പൊ ഓപ്ഷൻസ് നോക്കുക, ഏതാണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്, അതായത് പോസിറ്റീവ് ആയിരിക്കുമല്ലോ. ഇവിടെ ഡിഫിക്കൽട്ട് ആണെങ്കിൽ നമ്മുടെ ആൻസറിൽ എന്തായാലും പോസിറ്റീവ് ആയിട്ട് വരുന്ന മീനിങ്സ് നോക്കുക. അപ്പൊ അതിൽ നെഗറ്റീവ് മീനിങ്സ് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് ആൻസറിലേക്ക് എത്താം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം വർക്ക്ഔട്ട് ചെയ്ത് നോക്കണേ. ഓക്കെ, അടുത്ത് നോക്കാം. ജെന്റീൽ ആണ്. ജെന്റീലിന്റെ സിനണിം ആണ് കേട്ടോ. ജെന്റിലിന്റെ സിനണിം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വളരെ പൊളൈറ്റ് ആയിട്ടുള്ള, നമ്മൾ പറയില്ലേ, വളരെ ജെന്റിൽ പേഴ്സൺ എന്നൊക്കെ പറയില്ലേ. അപ്പൊ ആ സ്പെല്ലിംഗ് വ്യത്യാസം എന്നാലും ഏതാണ്ട് അതേ മീനിങ് ആണ് വരുന്നത്. ജെന്റീൽ എന്ന് പറഞ്ഞാൽ വളരെ പൊളൈറ്റ് ഉള്ള. അപ്പൊ ഈ ജെന്റീലിന്റെ ആന്റണിം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, വളരെ റൂഡ് ആയിട്ടുള്ള, അല്ലെ. റൂഡാണ് ജെന്റീലിന്റെ ആന്റണിം ആയിട്ട് വരിക. വളരെ റൂഡ് ആയിട്ടുള്ള, അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ നോക്കാം. സെവേജ്. സെവേജ് എന്ന് പറഞ്ഞാൽ വൈൽഡ് ആയിട്ടുള്ള, ആന്റണിം വരുന്നത് സിവിലൈസ്ഡ്, അല്ലെ. സിമ്പത്തിയുടെ ആന്റണിം ആന്റിപ്പതി. എംപതി അല്ല കേട്ടോ, എംപതി അല്ല സിമ്പത്തി, ഐ മീൻ സിമ്പത്തിയുടെ ആന്റണിം അല്ല എംപതി എന്നുള്ളത് പഠിച്ചു വെച്ചേക്കുക. ആന്റിപ്പതി ആണ് അതിന്റെ ആന്റണിം ആയിട്ട് വരുന്നത്.
ടാസിറ്റേണിന്റെ ആന്റണിം എന്താ? ടോക്കറ്റീവ്, ലൊക്കേഷ്യസ്, ഗ്യാരലസ് എന്നൊക്കെ പറയാം. ടെഡിയസിന്റെ ആന്റണിം എന്താ വരുന്നത്? ലൈവ്ലി ആണ്. ടെഡിയസ് എന്ന് പറഞ്ഞാൽ വളരെ ഡൾ ആയിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ്. ഗ്യാസ്ലി എന്ന് പറഞ്ഞാൽ ഹൊറിബിൾ. എപ്പോഴും മീനിങ് മനസ്സിലാക്കുക, ഹൊറിബിൾ. അപ്പൊ അതിന്റെ ആന്റണിം കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വേർഡ് ആയിരിക്കും അല്ലെ? പ്ലസന്റ് ആണ്. ഫിഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു മൂവ് റെസ്റ്റ്ലെസ് ആണ്. ഫ്രിഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കോൾഡ് ആണ്. നമ്മുടെ ഫ്രിഡ്ജ് ഓർക്കാം. ഫ്രിവലസ് എന്ന് പറഞ്ഞാൽ എന്താ? സില്ലി ആണ് അല്ലെ? ഫ്രീ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ സില്ലി ആയിട്ട് കാണും എന്ന് ഓർക്കാം. അപ്പൊ അതിന്റെ ആന്റണിം എന്തായിട്ട് വരും? സെൻസിബിൾ ആയിട്ടുള്ള. ഗ്രൂവലിംഗ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഡിഫിക്കൾട്ട്. ഗ്രൂവൽ അല്ലെങ്കിൽ ക്രൂവൽ ആണെങ്കിൽ ഡിഫിക്കൽട്ട് ആണെന്ന് ഓർക്കാം. വീണ്ടും ഓപ്ഷൻസ് നോക്കുക, പോസിറ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ആൻസർ ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെയൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത ആൻസറിലേക്ക് എത്താം. ഇവിടെ ആന്റണിം ആയിട്ട് വരുന്നത് പ്ലസന്റ് ആണ്. ജെന്റീൽ എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയാ, വളരെ പൊളൈറ്റ് ആയിട്ടുള്ള. ആന്റണിം റൂഡ് അല്ലെങ്കിൽ അൺസിവിലൈസ്ഡ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ അപ്പൊ ഇത്രയാണ് നമുക്ക് ആന്റണിംസ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് കുറച്ച് സ്പെല്ലിങ്ങും കൂടെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോ സ്റ്റാർട്ട് ചെയ്യാം. സ്പെല്ലിങ്സിലെ ഫസ്റ്റ് വൺ ചേഞ്ചബിൾ. ചേഞ്ചബിളിന്റെ സ്പെല്ലിംഗ് നോക്കിയേ. ചേഞ്ചബിൾ എല്ലാവരും ഒന്ന് എഴുതിയൊക്കെ നോക്കണം കേട്ടോ. കാരണം നമ്മളെല്ലാവരും ഈ വാട്സപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ട് എല്ലാത്തിനും ഈ കുഞ്ഞു കുഞ്ഞു രീതിയിലൊക്കെ നമ്മൾ എഴുതി ശീലിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് സ്പെല്ലിംഗ് ഒക്കെ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേ. ചേഞ്ചബിളിന്റെ സ്പെല്ലിംഗ് എന്താ? ചേഞ്ച് അല്ലെ? CHANGE. ചേഞ്ച് ഏബിൾ എന്ന് ഓർക്കാം അല്ലെ? ചേഞ്ച് ഏബിൾ. ഇതിനെ ഒരുമിച്ച് എഴുതി കഴിയുമ്പോൾ ചേഞ്ചബിൾ. ഓക്കെ, കിട്ടുന്നുണ്ടല്ലോ. അടുത്ത് നോക്കിയേ. കണ്ടംപററി എന്ന് പറയുമ്പോൾ എന്താ? CON, പിന്നെ ടെമ്പററി, TEMPORARY. ടെമ്പററി അല്ലെ? ഇവിടെ A ആണ് വരുന്നത് കേട്ടോ. ടെമ്പററി. ഇനി ഷാംപെയിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിച്ചോണം. PSC ചോദിച്ചിട്ടുണ്ട്. CHAMPAGNE ആണ്. ഷാംപെയിൻ അല്ലെ? ഷാംപെയിൻ നമ്മുടെ വൈനൊക്കെ പോലെയുള്ള അല്ലെ? ഷാംപെയിൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ആലോചിക്കാം. ഈ വൈൻ എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ കണക്ട് ചെയ്ത് പറയുന്നത്. ഈ വൈനൊക്കെ കുടിച്ചു കഴിയുമ്പോൾ, ഒരുപാടൊക്കെ കുടിച്ചു കഴിയുമ്പോൾ നമ്മുടെ വയറ്റിലൊരു തീ വരുന്ന പോലെ, ഒരു അഗ്നി പോലെയൊക്കെ ഓർക്കാം അല്ലെ? അപ്പൊ അഗ്നി പോലെ AGNE ആണ് വരുന്നത് കേട്ടോ. ഒരു അഗ്നി രീതിയിൽ ഓർത്തു വെക്കാം. AGNE ആണ്. അപ്പൊ ഷാംപെയിൻ എന്ന് പറയുമ്പോൾ S ഒന്നും അല്ല. CHAMP, പിന്നെ CHAMPAGNE. അതാണ് ഷാംപെയിൻ വരുന്നത്. ഇനി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വേർഡാണ് ഡിക്ഷണറി. പക്ഷെ അതും ചിലപ്പോൾ നമ്മൾ എക്സാമിനൊക്കെ ഇരിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ തെറ്റും അല്ലെ? ഡിക്ഷണറി, DICTIONARY. ഇവിടെ A ആണോ E ആണോ എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ഡൗട്ട് വരാം. അപ്പൊ ഈ ഡിക്ഷണറി എന്ന് പറയുമ്പോൾ ആൽഫബറ്റിക് ഓർഡറിലല്ലേ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പൊ A തന്നെയാണ് ആദ്യം വരിക. ആൽഫബറ്റിക് ഓർഡറിൽ A ആണല്ലോ ആദ്യം വരുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ ഓർത്തു വെക്കാം. ഡിക്ഷണറി. ഇനി ഏതാണ്? കലണ്ടർ അല്ലെ? കലണ്ടറിന്റെ സ്പെല്ലിംഗ് എന്താ? കലണ്ടറിന്റെ സ്പെല്ലിംഗ് നോക്കിയേ. CALEND. ലെൻഡ് AR അല്ലെ? നമ്മുടെ ഒരു എക്സ്ട്രാ കലണ്ടർ ഉണ്ടെങ്കിൽ നമ്മളത് ലെൻഡ് ചെയ്യണം. LEND. ലെൻഡ് ചെയ്യണം. ആർക്കെങ്കിലും എന്നുള്ള രീതിയിൽ AR ആലോചിക്കാലോ അല്ലെ? ER ആണോ AR ആണോ എന്നൊക്കെ ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ലെൻഡ് ചെയ്യണം എന്ന് ഓർക്കാം. കലണ്ടർ, CALENDAR, കലണ്ടർ. കമ്മിറ്റിയുടെ സ്പെല്ലിംഗ് എന്താ? COMMITTEE, കമ്മിറ്റി. അപ്പോ ഒരു കമ്മിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒന്ന് ശ്രദ്ധിച്ചേ. കമ്മിറ്റി, COMMITTEE. ഒരു കമ്മിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 M ഉണ്ട്. കുറച്ചധികം ആൾക്കാരുണ്ടാവില്ല. ഒരു കമ്മിറ്റി അല്ലേ? അപ്പൊ 2 M ഉണ്ട്, 2 T ഉണ്ട്, 2 E ഉണ്ട് എന്നൊക്കെ ഓർത്തു വെക്കാം. പിന്നെ I ഉണ്ട്, ഞാനും ഉണ്ട് അല്ലെ? അപ്പൊ കമ്മിറ്റി എല്ലാം 2 വീതം. 2 M, 2 T, 2 E. അതിന്റെ മീനിങ് പറയുന്ന പോലെ തന്നെ അല്ലെ? കമ്മിറ്റി. അടുത്തത് ബിലീവ് ആണ്. ബിലീവിനകത്ത് ശ്രദ്ധിക്കുക. BE, പിന്നെ അവിടെ ഒരു നുണയുണ്ട് അല്ലെ? LIE എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നുണ എന്നുള്ള രീതിയിൽ പറയാലോ. LIEVE, ബിലീവ്. അപ്പൊ ഒരു നുണ പറഞ്ഞിട്ട് ചില ആൾക്കാർ എന്നെ വിശ്വസിക്കൂ, ബിലീവ് ചെയ്യൂ എന്നൊക്കെ പറയൂ അല്ലെ? അങ്ങനെ ഒന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ബിലീവിനകത്തൊരു ലൈ ഇരിപ്പുണ്ടെന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കാം. അടുത്തത് ലെഫ്റ്റനന്റ് ആണ്. ലെഫ്റ്റനന്റ് സ്പെല്ലിംഗ് എന്താ വരിക? ലെഫ്റ്റനന്റ്, ഒരൊറ്റ സെക്കൻഡ്. യെസ്, ലെഫ്റ്റനന്റ് സ്പെല്ലിംഗ് LIUTEN. ഇങ്ങനെ ഒന്ന് പഠിക്കാം കേട്ടോ. കിടക്കു നീ 10 ഉറുമ്പേ. ലെഫ്റ്റനന്റ്, LIUTEN. ഓക്കെ, നമ്മുടെ ഓപ്ഷനിൽ എന്തായാലും ഒരു F ഒക്കെ ഇടും കേട്ടോ അവര്. ശ്രദ്ധിച്ചോണം. LIUTEN. കിടക്കു നീ 10 ഉറുമ്പേ എന്നുള്ള രീതിയിൽ ഓർക്കാം.
ന്യൂമോണിയ. ന്യൂമോണിയയുടെ സ്പെല്ലിംഗ് എന്താ? ന്യൂമോണിയ PNEUMONIA. ന്യൂമോണിയ. ഓക്കെ, പി ഉണ്ട്, ന്യൂമോണിയ ഇവിടെ പി ഉണ്ട്, അത് സൈലന്റ് ആണ്. ന്യൂമോണിയ PNEU മോണിയ MONIA. ഓക്കെ, അടുത്തത് അച്ചീവ് ആണ്. അച്ചീവിന്റെ സ്പെല്ലിംഗ് എന്താ? ACHIEVE ആണ്. ഓക്കെ, IEVE. അച്ചീവ് ചെയ്യാൻ പോകുന്നത് ഞാനാണ്, ഐ ആണെന്ന് ഓർക്കാം അല്ലെ. അപ്പൊ ആദ്യം വരുന്നത് ഐ ആണ് കേട്ടോ, ഇ അല്ല, ആ കാര്യം ഓർത്ത് വെച്ചേക്കാം. അച്ചീവിന്റെ സ്പെല്ലിങ്ങിനകത്ത് ഫസ്റ്റ് ഐ ആണ് വരുന്നത്, അച്ചീവ്. ഇനി മിസ്ലേനിയസിന്റെ സ്പെല്ലിംഗ് നോക്കിയേ, MIS പിന്നെ CELLANEOUS. എങ്ങനെ വേണമെങ്കിലും പഠിക്കാം കേട്ടോ, ഞാൻ എന്റെ രീതിയിൽ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. മിസ്ലേനിയസ്. ഓക്കെ, MIS പിന്നെ സെൽ. ഈ മിസ്ലേനിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ ചിലപ്പോ നമ്മുടെ സെൽഫോണൊക്കെ എടുത്തിട്ട് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കും അല്ലെ. അപ്പൊ സെൽ ഉണ്ടായിരുന്നത് MISSELLANEOUS, മിസ്ലേനിയസ്. എല്ലാവരും എഴുതി തന്നെ പഠിക്കുക, നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്തൊന്ന് പഠിച്ചു നോക്കുക കേട്ടോ. ഞാനിപ്പോ എനിക്ക് കിട്ടുന്ന രീതിയിൽ ജസ്റ്റ് പറഞ്ഞു പോകണമെന്ന് മാത്രം. നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ യൂസ്ഫുൾ എന്ന് വെച്ചാൽ അങ്ങനെ തന്നെ പഠിച്ചു പോവാം. ഓക്കെ, അപ്പൊ കിട്ടിയെന്ന് വിചാരിക്കണോ. നമുക്കിനി അടുത്ത സെറ്റ് ഓഫ് വേർഡ്സ് നോക്കാം. കാറ്റസ്ട്രോഫെ. കാറ്റസ്ട്രോഫയുടെ സ്പെല്ലിംഗ്, കാറ്റസ്ട്രോഫെ എന്ന് പറഞ്ഞാൽ എന്താ? കാറ്റസ്ട്രോഫെ മഹാവിപത്ത്. ഓക്കെ, മഹാവിപത്തിനെയാണ് നമ്മൾ എന്താ പറയാ? കാറ്റസ്ട്രോഫെ എന്ന് പറയാം അല്ലെ, കാറ്റസ്ട്രോഫെ. അപ്പൊ അവിടെ വന്നിട്ടുള്ള സ്പെല്ലിംഗ് എന്താ? കാറ്റസ്ട്രോഫെ CATSTROPHE. കാറ്റസ് CATASTROPHE. കാറ്റസ്ട്രോഫെ. ഇനി അടുത്തത് ഓപ്പർച്യൂണിറ്റി. ഓപ്പർച്യൂണിറ്റി ഇമ്പോർട്ടന്റ് ആണ്, വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. ഓപ്പർച്യൂണിറ്റിയുടെ സ്പെല്ലിംഗ് OPPORTUNITY. ഓപ്പർച്യൂണിറ്റി. അപ്പൊ നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ OPPE ഒക്കെ വരാനുള്ള സാധ്യത തോന്നും അല്ലെ. അപ്പോ ജസ്റ്റ് ഓർക്കാം, ഈ ഓപ്പോ ഫോൺ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം. നമുക്ക് ഒരു ഓപ്പോ ഫോൺ കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ഓപ്പോ ഫോണിന്റെ OPPO ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ഓപ്പർച്യൂണിറ്റി OPPORTUNITY, ഓപ്പർച്യൂണിറ്റി. ഇനി മോസ്കിറ്റോ. മോസ്കിറ്റോന്റെ സ്പെല്ലിംഗ് നോക്കിയേ. മോസ്കിറ്റോനകത്ത് MOSQUITO. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം TOE ഇല്ല കേട്ടോ, TO ആണ്. മോസ്കിറ്റോ കുത്തി കഴിയുമ്പോൾ ഒരു പാട് വരും, ഒരു O പോലൊരു പാട് വരും എന്ന് ഓർക്കാം. അല്ലാണ്ട് അവിടെ E വരുന്നില്ല. പക്ഷെ മോസ്കിറ്റോസ് ആണെങ്കിൽ QUITOES അല്ലെ, ഇതാണ് മോസ്കിറ്റോസ് വരുന്നത്. മോസ്കിറ്റോ മാത്രമാണെങ്കിൽ O മാത്രമേ ഉള്ളൂ കേട്ടോ, അതൊന്ന് തെറ്റിക്കാണ്ടിരിക്കുക. ഇനി വാർഡ്രോബ്. വാർഡ്രോബിന്റെ സ്പെല്ലിംഗ് വാർഡ് റോബ്. ഓക്കെ, WARDROBE. വാർഡ് റോബ് കേട്ടോ, വാർഡ് റോബ്. അനോണിമസ്. ഓക്കെ, അപ്പൊ ANONYMOUS. അനോണിമസ് കോൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അനോണിമസ്. ട്രാവലോഗ്. ട്രാവലോഗിന്റെ സ്പെല്ലിംഗ് എന്താ? ട്രാവൽ. ഇവിടെ 2 L ഇല്ല, ട്രാവലും ലോഗും ഇല്ല കേട്ടോ. ട്രാവല് ഒരു L മതി, പിന്നെ ലോഗ്. അപ്പൊ രണ്ടിനും കൂടിയിട്ട് ഒരു L മതി എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം. ട്രാവലോഗ് കേട്ടോ, ട്രാവലോഗ്. ഇനി അടുത്ത വേർഡ് നോക്കാം, മെമ്മോറാൻഡം. മെമ്മോറാൻഡത്തിന്റെ സ്പെല്ലിംഗ് എന്താ വരിക? മെമ്മോറാൻഡം എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി പോയിന്റ്സുകളൊക്കെ നോട്ട് ചെയ്യുന്ന അല്ലെ ഒരു ലിസ്റ്റ് ആണ് മെമ്മോറാൻഡം. അപ്പൊ ഇതേപോലെ നമ്മുടെ മെമ്മറിക്ക് വേണ്ടിയിട്ട് നമ്മൾ 1, 2 എന്നൊക്കെ പറഞ്ഞ് എഴുതും എന്ന് ഓർക്കാം അല്ലെ. അപ്പൊ ഇവിടെ അതേ മീനിങ്, അതിന്റെ മീനിങ് അതാണ്, നമ്മൾ പോയിന്റ്സുകളൊക്കെ എഴുതുന്ന അതേപോലെ രണ്ടും എന്ന് ഓർത്ത് വെക്കാം. മെമ്മോറാൻഡത്തിനകത്ത് നമ്മൾ 1, 2 എന്നൊക്കെ എഴുതും. അപ്പൊ രണ്ടുമാണ് അതിനകത്തിരിക്കുന്നത്. മെമോ MEMO, രണ്ടും RANDUM, മെമ്മോറാൻഡം. കിട്ടുന്നുണ്ടോ? ഓക്കെ ആണോ? നമുക്കൊന്നുകൂടെ നോക്കാം. ചേഞ്ചബിൾ. എല്ലാവരും ഒന്ന് സ്പെല്ലിംഗ് പറഞ്ഞു നോക്കിയേ. ചേഞ്ച് ഏബിൾ അല്ലെ. കണ്ടംപററി. അപ്പൊ അതിനകത്ത് ടെമ്പററി എന്നുള്ളൊരു വാക്കുണ്ട്. ഷാംപെയിൻ, അഗ്നി അല്ലെ, AGNE ആണ് വരുന്നത്. ഡിക്ഷണറി, അവിടെ A ആണ് കയറി വരുന്നത് ആൽഫബറ്റിക് ഓർഡറിൽ. കലണ്ടർ, അവിടെയും ഈ പറഞ്ഞ പോലെ ലെൻഡ് ചെയ്യുക ആർക്കെങ്കിലും അല്ലെ. കമ്മിറ്റി, എല്ലാം 2 വീതം. ബിലീവ്, അതിനകത്തൊരു നോണ ഇരിപ്പുണ്ട് അല്ലെ. ലെഫ്റ്റനന്റ്, LIEUTENANT. നിമോണിയ, P സൈലന്റ് ആണ്. അച്ചീവ്, ആരാ അച്ചീവ് ചെയ്യാൻ പോകുന്നത്? I ആണ് അല്ലെ. മിസ്ലെനിയസ്, ഓക്കെ, MISSELANEOUS, മിസ്ലെനിയസ്. ഇനി കാറ്റസ്ട്രോഫെ. ഓക്കെ, കാറ്റസ്ട്രോഫയുടെ സ്പെല്ലിംഗ് നോക്കാം. ട്രോഫി എന്നുള്ള രീതിയിൽ ഓർക്കാം, ഇവിടെ E ആണ് വരുന്നത് കേട്ടോ.
കാറ്റസ്ട്രോഫെ. ഓപ്പർച്യൂണിറ്റി നമ്മുടെ ഓപ്പോഫോൺ ആയിട്ട് ഓർക്കുക. മോസ്കിറ്റോയ്ക്ക് ഒരു ഓ മാത്രമേ ഉള്ളൂ. വാർഡ്രോബ് അല്ലെ, വാർഡ് റോബ്. അനോണിമസ്. ട്രാവലോഗ്. ഇപ്പൊ ട്രാവലും ലോഗനും കൂടി ഒരൊറ്റ എല്ലേ ഉള്ളൂ. മെമ്മോറാൻഡം. മെമ്മോ രണ്ടും. ഓക്കെ ആണോ? എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെറ്റ് ഓഫ് വേർഡ്സ് നോക്കാം. ന്യൂമോണിയ. ന്യൂമോണിയ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, പി ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. ബ്യൂറോക്രസി. ബ്യൂറോക്രസിയുടെ സ്പെല്ലിംഗ് നോക്കിയേ. ബ്യൂറോക്രസിയുടെ സ്പെല്ലിംഗ് ബി യൂറിയ പിന്നെ CRACY. ഓക്കെ, ബ്യൂറോക്രസി. ബി യൂറിയ ക്രേസി എന്ന് പഠിക്കുക കേട്ടോ. അപ്പൊ ഇതിൽ രണ്ടും സി തന്നെയാണ്. ബി യൂറിയ ക്രേസി. കാറ്റലോഗ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാവലോഗ് ആണ് അല്ലെ. കാറ്റലോഗും അതേപോലെ തന്നെ ഒരു എല്ലേ വരുന്നുള്ളൂ കേട്ടോ. കാറ്റലോഗ്. ട്രാവലോഗ് ആണെങ്കിലും ഒരു എല്ല്, കാറ്റലോഗ് ആണെങ്കിലും ഒരു എല്ല്. ക്യൂവിന്റെ സ്പെല്ലിംഗ് ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. എന്നാലും QUE അല്ലെ. UE ഇങ്ങനെ ക്യൂല് നിൽക്കാന്ന് ഓർക്കാം അല്ലെ. ഇനി നോക്കിയേ, ഹൈപ്പോക്രൈറ്റ്. ഹൈപ്പോക്രൈറ്റിന്റെ സ്പെല്ലിംഗ് എന്താ? ഹൈപ്പോ HYPO, ക്രൈറ്റ് CRITE. ഹൈപ്പോക്രൈറ്റ്. മിസ്ചീവിയസ്. ഓക്കെ, മിസ്ചീവിയസിന്റെ സ്പെല്ലിങ്ങിനകത്ത് MIS പിന്നെ CHIE. നമുക്ക് EI ആണോ IE ആണോ എന്നൊക്കെ ഉള്ളതായിരിക്കണം ഡൗട്ട് വരാനുള്ള സാധ്യത. മിസ്ചീവിയസ് ആയിട്ടുള്ള കുറച്ച് നോട്ടി ആയിട്ടുള്ള അല്ലെ, ആ നോട്ടി ആയിട്ടുള്ള ഒരാളാണ് ഐ എന്ന് ഓർക്കാം. അപ്പൊ ഐ തന്നെയാണ് ആദ്യം വരിക എന്നുള്ള രീതിയിൽ ഓർക്കാം കേട്ടോ. ഈ അല്ല, ഐ ആണ് ആദ്യം വരിക. അപ്പൊ അതിനുവേണ്ടി പറഞ്ഞാണ് മിസ്ചീവിയസ്. ഓക്കെ, പിന്നെ VOUS മിസ്ചീവിയസ്. കൊളീഗിന്റെ സ്പെല്ലിംഗ് എന്താ പറഞ്ഞേ? COLLEAGUE. കൊളീഗ് കേട്ടോ. കോൾ COL പിന്നെ ലീഗ്. അപ്പൊ രണ്ട് എല്ല് ഇവിടെ വരുന്നുണ്ട്. കൊളീഗ്. നമ്മുടെ കാറ്റലോഗ് ആണെങ്കിലും ട്രാവലോഗ് ആണെങ്കിലും ഒരു എല്ലേ ഉള്ളൂ. കൊളീഗിനകത്ത് രണ്ട് എല്ലുണ്ട്. കോളേജ് പോലെ ഓർക്കാം. ഇനി ഓൺടോപ്രനോന്റെ സ്പെല്ലിങ്ങില് ഇവിടെ നോക്കുക. ENTRE. ഇതും നമ്മുടെ PSയുടെ ഫേവറേറ്റ് ആണ്. ENTRE. എൻട്രി, പ്രീ, രണ്ട് സ്ഥലത്തും TRE അങ്ങനെ ഓർക്കുക കേട്ടോ. TRE പിന്നെ NEUR. ഓൺടോപ്രനോ അല്ലെ. ENT എൻട്രി, പ്രീ, NEUR. അപ്പൊ ട്രീ ഉണ്ട്, പ്രീ ഉണ്ട്, NEUR. ഓൺടോപ്രനോ. ഇലൂമിനേഷനകത്ത് രണ്ട് എൽ ഉണ്ട് കേട്ടോ. ഇലൂമിനേഷൻ. ILLUMINATION. ഇലൂമിനേഷൻ. കിട്ടുന്നുണ്ടോ? ഒന്നുകൂടെ നോക്കിയേ. ന്യൂമോണിയ. P സൈലന്റ് ആണ്. ബ്യൂറോക്രസി. ബി യൂറിയ ക്രേസി അല്ലെ. CRACY. കാറ്റലോഗ് ആണെങ്കിലും ട്രാവലോഗ് ആണെങ്കിലും ഒരല്ലേ ഉള്ളൂ. QUE. ഹൈപ്പോക്രൈറ്റ്. ഹൈപ്പോ പിന്നെ CRITE. മിസ്ചീവിയസിന്റെ സ്പെല്ലിംഗിൽ ഐ ആണ് ആദ്യം വരുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. കൊളീഗിനകത്ത് നമ്മുടെ കോളേജ് പോലെ രണ്ട് എല്ലുണ്ട്. ഓൺടോപ്രനോ, എൻട്രി, പ്രീ, ന്യൂവർ പഠിക്കുക. ഇലുമിനേഷൻ. ILLUMINATION. ഇനി നിങ്ങൾക്കായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യുക. നൊവൈസിന്റെ ആന്റണിം ആയിട്ട് പറയുന്ന വേർഡ് ഏതാണ്? ഓക്കെ, എല്ലാവരുടെയും കമന്റ്സ് പ്രതീക്ഷിക്കുന്നു. മാക്സിമം എല്ലാവരും കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.